ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് നോളജ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തോമസ് ഹാർഡിയുടെ ടെസ്റ്റ് ഓഫ് ദി ഡി അർബർവില്ലെയാണ്. മലയാളത്തിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാനൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തോമസ് ഹാർഡിയുടെ ടെസ്റ്റ് ഓഫ് ദി ഡി അർബർവില്ലെ എന്ന് പറയുന്നത് വിക്ടോറിയൻ കാലഘട്ടത്തിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും സ്ത്രീകളുടെ ജീവിതത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു പഠനമാണ്. ടെസ്റ്റ് ഓഫ് ദി ഡി അർബർവില്ലെ എ പ്യുവർ വുമൺ ഫെയ്ത്ത്ഫുള്ളി പ്രസൻറ്റഡ് എഴുതിയിട്ടുള്ളത് തോമസ് ഹാർഡിയാണ്. പ്രസിദ്ധീകരിച്ച വർഷം 1891. നോവൽ 7 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. ടെസ് ഡർബഫീൽഡ് എന്ന യുവതിയുടെ ദുരന്തപൂർണമായ ജീവിതയാത്രയാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത്. ഒന്നാം ഘട്ടമാണ് ദ മെയ്ഡൻ അഥവാ കന്യക. വെസക്സിലെ മാർലോട്ട് എന്ന ഗ്രാമത്തിൽ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഡർബഫീൽഡ് കുടുംബത്തിലെ മൂത്ത മകളാണ് ടെസ്. വളരെയേറെ സുന്ദരിയും നിഷ്കളങ്കയുമായിരുന്നു അവൾ. അവളുടെ അച്ഛൻ ജോൺ ഡർബഫീൽഡ് ഒരു ദിവസം ഒരു വ്യക്തിയിൽ നിന്നും തങ്ങളൊരു പുരാതന നോർമൻ കുടുംബമായ ഡി അർബർവിൽസിൻ്റെ പിൻഗാമികളാണെന്ന് അറിയുന്നു. ഈ വാർത്ത അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. തങ്ങൾക്ക് സമ്പന്നമായ ഒരു പാരമ്പര്യമുണ്ടെന്നും അത് തങ്ങളുടെ ദാരിദ്ര്യം മാറ്റുമെന്നും അവർ വിശ്വസിക്കുന്നു. കുടുംബത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണവും ടെസ്സിൻ്റെ അമ്മയുടെ നിർബന്ധം കാരണവും ടെസ് അവരുടെ ബന്ധുക്കൾ എന്ന് അവർ കരുതുന്ന ഡി അർബർവിൽസ് കുടുംബത്തിൽ അലക്സ് ഡി അർബർവിൽസിൻ്റെ അമ്മയുടെ എസ്റ്റേറ്റിൽ സഹായം തേടി പോകാൻ നിർബന്ധിതയാകുന്നു. വാസ്തവത്തിൽ ഈ കുടുംബം വെറും പേരിന് മാത്രമാണ് ഡി അർബർവിൽസ് എന്ന് സ്വീകരിച്ചിരിക്കുന്നത്. അവർ യഥാർത്ഥത്തിൽ പുതിയതായി പണക്കാരായ സ്റ്റോക്സ് കുടുംബമാണ്. അവിടെ വെച്ച് ദുഷ്ടനായ അലക്സ് ഡി അർബർവിൽസ് ടെസ്സിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകുന്നു. അലക്സ് ടെസ്സിനെ വശീകരിക്കാൻ പല ശ്രമങ്ങളും നടത്തുന്നു. ഒരു രാത്രി ടെസ് ഒരു മേദിന നൃത്തത്തിൽ പങ്കെടുക്കുകയും മദ്യപിച്ചതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അലക്ക് അവളെ വീട്ടിലെത്തിക്കാൻ വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ വഴിയിൽ വെച്ച് മനഃപൂർവ്വം വഴിതെറ്റിച്ച് ഒരു വനപ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അലക് ടെസ്സിനെ ബലാത്സംഗം ചെയ്യുന്നു. ഈ സംഭവം ടെസ്സിൻ്റെ ജീവിതത്തിൽ ഒരു കറുത്ത അധ്യായമായി മാറുന്നു. രണ്ടാം ഘട്ടമാണ് മേഡൻ നോ മോർ, അതായത് ഇനി കന്യകയല്ല. ബലാത്സംഗം ചെയ്യപ്പെട്ട ടെസ് ദുരിതവും ലജ്ജയും പേറി വീട്ടിലേക്ക് മടങ്ങുന്നു. അവൾ ഗർഭിണിയായി അലക്കിൻ്റെ കുഞ്ഞിന് ജന്മം നൽകുന്നു. എന്നാൽ ഈ കുഞ്ഞിന് സോറോ എന്ന്, ദുഃഖം എന്ന അർത്ഥം വരുന്ന സോറോ എന്ന് പേരിടുകയാണ്. ഏതാനും ആഴ്ചകൾ മാത്രമേ ആ കുഞ്ഞു ജീവിച്ചിരുന്നുള്ളൂ. ഈ സംഭവത്തോടെ ടെസ് സാമൂഹികമായി ഒറ്റപ്പെടുന്നു. അവളെ പാലായം ചെയ്ത സ്ത്രീയായി സമൂഹം കാണുന്നു. അതായത് വിവാഹത്തിന് മുന്നേ ഗർഭിണിയാവുന്നു, ഒരു കൊച്ചിൻ്റെ അമ്മയാവുന്നു എന്നൊക്കെയുള്ളത് സമൂഹം വളരെയേറെ വികൃതമായി കാണുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ് ആൾക്കാർ ടെസ്സിനെ കണ്ടുകൊണ്ടിരുന്നത്. തൻ്റെ മകൾക്ക് സംഭവിച്ച ദുരിതത്തിൽ മാതാപിതാക്കൾക്ക് വലിയ വിഷമം ഉണ്ടായിരുന്നെങ്കിലും സമൂഹത്തിൻ്റെ പഴി കേൾക്കാതിരിക്കാൻ ടെസ് വീട് വിട്ടു പോകാൻ തീരുമാനിക്കുന്നു. അടുത്തത് മൂന്നാം ഘട്ടമാണ് ദ റാലി എന്നുവെച്ചാൽ ഉണർവ്. പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടി ടെസ് മാൾമെറ്റിലെ ജീവിതം ഉപേക്ഷിച്ച് താൽബോത്തേസ് ഡയറി ഫാമിലേക്ക് പാൽക്കാരിയായി ജോലിക്ക് പോകുന്നു. ഇവിടെ അവൾക്ക് മനസ്സമാധാനം ലഭിക്കുന്നു. ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യവും സഹപ്രവർത്തകരായ മിൽക്ക് മെയ്ഡുകളുമായുള്ള സൗഹൃദവും അവളെ ആശ്വസിപ്പിക്കുന്നു. ഇവിടെ വെച്ച് അവൾ ഏഞ്ചൽ ക്ലെയർ എന്ന യുവ ഡോക്ടറെ കണ്ടുമുട്ടുന്നു. ഏഞ്ചൽ ഒരു പുരോഹിതൻ്റെ മകനാണ്. എന്നാൽ മതപരമായ ആദർശങ്ങളെക്കാൾ പ്രകൃതിയോടും കൃഷിയോടും താല്പര്യമുള്ള ഒരു ബുദ്ധിജീവിയാണ് അവൻ. ടെസ്സുമായി പ്രണയത്തിലാകുന്നു. ടെസ് ഏഞ്ചലിൻ്റെ സ്നേഹത്തിൽ ആശ്വാസം കണ്ടെത്തുന്നു. എന്നാൽ തൻ്റെ ഭൂതകാലം അവനോട് തുറന്നു പറയാൻ അവൾ ഭയക്കുന്നു. നാലാം ഘട്ടം അനന്തരഫലം ദ കോൺസിക്വൻസ്. ഏഞ്ചൽ ടെസ്സിനോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നു. ടെസ് തൻ്റെ ഭൂതകാലം തുറന്നു പറയാൻ പലതവണ ശ്രമിക്കുന്നു, കത്തുകൾ എഴുതുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ആ കത്തുകൾ ഏഞ്ചലിന് ലഭിക്കുന്നില്ല. ഒടുവിൽ വിവാഹരാത്രിയിൽ ടെസ് തൻ്റെ കഥ മുഴുവൻ ഏഞ്ചലിനോട് വെളിപ്പെടുത്തുന്നു. അലക്കിനാൽ താൻ വഞ്ചിക്കപ്പെട്ടതും ഒരു കുഞ്ഞിന് ജന്മം നൽകിയതും അവൾ പറയുന്നു. ഏഞ്ചൽ താൻ ഒരു പുരോഗമനവാദിയാണെന്ന് സ്വയം വിശ്വസിച്ചിരുന്നുവെങ്കിലും ടെസ്സിൻ്റെ ഭൂതകാലം ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. അവൻ്റെ മനസ്സ് ഇടുങ്ങിയ വിക്ടോറിയൻ സദാചാര ബോധത്താൽ പിടിക്കപ്പെട്ടിരുന്നു. അവൻ അവളുടെ കന്യകാത്വം നഷ്ടപ്പെട്ടുവെന്ന ചിന്തയിൽ അവളെ ഉപേക്ഷിച്ച് ബ്രസീലിലേക്ക് പോകുന്നു. അഞ്ചാം ഘട്ടം ദ വുമൻ പേസ്, അതായത് സ്ത്രീ വില നൽകുന്നു. അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഏഞ്ചൽ ടെസ്സിനെ ഉപേക്ഷിച്ചതോടെ അവളുടെ ജീവിതം വീണ്ടും ദുരിതത്തിലാകുന്നു.
അവൾ വീണ്ടും ദാരിദ്ര്യത്തിലേക്കും കഷ്ടപ്പാടുകളിലേക്കും കൂപ്പുകുത്തുകയാണ്. അവൾ കഠിനാധ്വാനം ചെയ്യുന്നു, എന്നാൽ സമൂഹം അവളെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായി കണ്ട് അകറ്റി നിർത്തുന്നു. അവൾ ഫ്ലിൻറ്റ് കോംബ് ആഷിലെ കഠിനമായ സാഹചര്യങ്ങളിൽ ഒരു കർഷക തൊഴിലാളിയായി ജോലി ചെയ്യുന്നു. ഈ സമയത്ത് അലക് ഡി അർബർവില്ലയെ വീണ്ടും അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അവനൊരു താൽക്കാലിക മതപരിവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിലും ടെസ്സിനെ വീണ്ടും വശീകരിക്കാൻ ശ്രമിക്കുന്നു. ടെസ് അവനെ നിരസിക്കാൻ ശ്രമിക്കുന്നു, എന്നാൽ അവളുടെ കുടുംബത്തിലെ മോശം അവസ്ഥയിലും ദാരിദ്ര്യത്തിലും അവളെ അലക്കിൻ്റെ സഹായം സ്വീകരിക്കാൻ നിർബന്ധിതയാക്കുന്നു. അവൾ ഒടുവിൽ അവൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നു. അവൾക്ക് രക്ഷപ്പെടാൻ വേറെ മാർഗമില്ലെന്ന് അവൾ കരുതുകയാണ്. അതുമാത്രമല്ല, ഏഞ്ചലിനെ അവൾ ഒരുപാട് വരുമെന്ന് കരുതി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവനൊരിക്കലും വരില്ല എന്നുള്ളൊരു ധാരണ അലക്ക് അവളിൽ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. 6ാം ഘട്ടം ദ കൺവേർട്ട് ആണ്. അലക്സ് ഡി അർബർവിൽ താൻ ഒരു മതപരിവർത്തനം നടത്തിയെന്നും പ്രസംഗകനായി മാറിയെന്നും ടെസ്സിനോട് പറയുന്നു. എന്നാൽ അവൻ്റെ ഈ മാറ്റം വെറും ബാഹ്യമാണെന്ന് പിന്നീട് തെളിയുകയാണ്. അവൻ വീണ്ടും ടെസ്സിനെ നിർബന്ധിച്ച് തനിക്കൊപ്പം താമസിപ്പിക്കുന്നു. ടെസ്സിൻ്റെ കുടുംബം ഇപ്പോൾ ദരിദ്രാവസ്ഥയിലാണ്, വളരെയേറെ കഷ്ടപ്പെട്ടിലാണ് ഉണ്ടായിരുന്നത്. അവളുടെ അച്ഛൻ മരിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ടെസ്സിനെ സഹായിക്കാൻ അലക്ക് മാത്രമാണ് ഉള്ളതെന്ന് അവൾ വിശ്വസിക്കുന്നു. ടെസ് അലക്കിൻ്റെ ഭാര്യയായി ജീവിക്കാൻ നിർബന്ധിതയാകുന്നു, എന്നാൽ അവളുടെ ഹൃദയം ഏഞ്ചലിന് വേണ്ടി മാത്രം തുടിക്കുന്നുണ്ടായിരുന്നു. 7ാം ഘട്ടമാണ് ഫുൾഫിൽമെൻറ്റ്. ഒടുവിൽ ഏഞ്ചൽ ബ്രസീലിൽ നിന്ന് മടങ്ങിയെത്തുന്നു. തനിക്ക് ടെസ്സിനെ നഷ്ടമായെന്ന് അവൻ തിരിച്ചറിയുന്നു. തൻ്റെ തെറ്റിന് പശ്ചാത്താപം ഉണ്ടാവുകയാണ് അവനിൽ. അവൻ ടെസ്സിനെ തേടി എത്തുകയാണ്, എന്നാൽ ടെസ് അലക്കിനൊപ്പം താമസിക്കുന്നത് കണ്ട് അവൻ ഞെട്ടുകയാണ്. ടെസ് ഏഞ്ചലിനെ വീണ്ടും കണ്ടുമുട്ടിയതിലുള്ള സന്തോഷത്തിലും അലക്കുമായി തുടർന്ന ജീവിതത്തിലുള്ള നിരാശയിലും ഏഞ്ചലിന് വേണ്ടി സ്വതന്ത്രയാകാനുള്ള തീവ്രമായ ആഗ്രഹത്തിലും അലക്കിനെ കുത്തിക്കൊല്ലുന്നു. ടെസ്സും ഏഞ്ചലും ഒരുമിച്ച് ഓടിപ്പോവുകയാണ് എങ്ങോട്ടെന്നില്ലാതെ. അവർ കുറച്ചുകാലം സന്തോഷത്തോടെ ഒളിവിൽ കഴിയുകയാണ്. എന്നാൽ അവരുടെ സന്തോഷം നീണ്ടു നിൽക്കുമായിരുന്നില്ല. ഒടുവിൽ പുരാതനമായ സ്റ്റോൺ ഹെഡ്ജിൽ വെച്ച് അവർ അധികാരികളാൽ, അതായത് പോലീസൊക്കെ പിടിക്കും കൊലപാതകമൊക്കെ നടത്തിയല്ലേ, അതുപോലെ തന്നെ അധികാരികളാൽ ഈ ഒരു കൊലപാതകം നടത്തിയ അലക്കിനെ കൊന്നതിൻ്റെ പേരിൽ പിടികൂടുകയാണ്. ടെസ് അറസ്റ്റ് ചെയ്യപ്പെടുകയും കൊലപാതകത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്യുകയാണ്. നോവൽ അവസാനിക്കുമ്പോൾ ഏഞ്ചലും ടെസ്സിൻ്റെ ഇളയ സഹോദരി ലിസാലുവും ദൂരെ നിന്ന് ടെസ്സിൻ്റെ വധശിക്ഷയുടെ പതാക ഉയർത്തുന്നത് കാണുന്നു. ഇത് അവളുടെ ദുരന്തപൂർണമായ അന്ത്യത്തെ സൂചിപ്പിക്കുന്നു. ഈ ഒരു സമയത്ത് അവസാന കാലഘട്ടത്തിൽ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളെ അറസ്റ്റ് ചെയ്യുമ്പോഴും വധശിക്ഷയ്ക്ക് വിധിക്കുമെന്നായപ്പോഴും അവളുടെ അനിയത്തിക്ക് ഒരു ജീവിതം കൊടുക്കണമെന്ന് ഏഞ്ചലിനോട് അവൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ടെസ് ഡർബെഫീൽഡ് നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ്. ഓൾറെഡി പറഞ്ഞു, നിഷ്കളങ്കവും സൗന്ദര്യവതിയുമായിട്ടുള്ള ശുദ്ധഹൃദയമായിട്ടുള്ള ഒരു യുവതിയാണ്. വിധി, സാമൂഹിക നിയമങ്ങൾ, പുരുഷാധിപത്യം എന്നിവയാൽ നിരന്തരം വേട്ടയാടപ്പെടുകയാണ് ഈ ഒരു പെൺകുട്ടി. അവളുടെ ആന്തരിക നന്മയും ദൃഢനിശ്ചയവും നോവലിലുടനീളം പ്രകടമാണ്. എന്നാൽ അവളുടെ ജീവിതം ദുരന്തത്തിൽ മാത്രമേ അവസാനിക്കുന്നുള്ളൂ. അലക് ഡി അർബർവില്ലെ വില്ലൻ കഥാപാത്രമാണ്. സമ്പന്നനും സ്വാധീനശക്തിയുമുള്ള എന്നാൽ ക്രൂരമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ടെസ്സിനെ ബലാത്സംഗം ചെയ്യുകയും അവളുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഏഞ്ചൽ ക്ലെയർ എന്ന് പറയുന്നത് ടെസ്സിൻ്റെ ഭർത്താവാണ്. ബുദ്ധിമാനും ആദർശവാദിയുമായ ചെറുപ്പക്കാരനാണ്. പരമ്പരാഗതമായ പല വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും ടെസ്സിൻ്റെ ഭൂതകാലം ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം കർശനമായ ധാർമ്മിക നിയമങ്ങളും അവൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ജോൺ ഡർബെഫീൽഡാണ് ടെസ്സിൻ്റെ അച്ഛൻ. അലസനും മദ്യപാനിയുമായ ഇദ്ദേഹത്തിൻ്റെ ദുരഭിമാനവും ദീർഘവീക്ഷണമില്ലായ്മയും ടെസ്സിൻ്റെ ദുരിതങ്ങൾക്ക് ഒരു കാരണമാവുന്നുണ്ട്. ജോവൻ ഡർബെഫീൽഡ് ടെസ്സിൻ്റെ അമ്മയാണ്. മകളെക്കുറിച്ച് വലിയ പ്രതീക്ഷകൾ പുലർത്തുന്ന ഒരാളാണെങ്കിലും സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ പലപ്പോഴും പരാജയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ടെസ്സിൻ്റെ അമ്മ. ഇതിലെ തീം എന്ന് പറയുന്നത് അനീതിയും വിധിയും, അതായത് ഇൻജസ്റ്റിസ് ആൻഡ് ഫേറ്റ്. ടെസ്സിൻ്റെ ജീവിതം നിർഭാഗ്യകരമായ സംഭവങ്ങളിലൂടെയും യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെയും ഒരു പരമ്പര തന്നെയാണ്. അവൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ബാഹ്യശക്തികളാൽ അവളുടെ ജീവിതം നയിക്കപ്പെടുന്നുണ്ടായിരുന്നു. സമൂഹം, പുരുഷാധിപത്യം, വിധി എന്നിവയെല്ലാം അവളെ ഒരു ദുരന്ത ജീവിതത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. നോവൽ ഒരുതരം നിർഭാഗ്യകരമായ വിധിക്ക് ഊന്നൽ നൽകുന്നതായിട്ട് കാണാൻ പറ്റും.
രണ്ടാമത്തെ തീം എന്ന് പറയുന്നത് സാമൂഹിക വർഗവും അസമത്വവും, അതായത് സോഷ്യൽ ക്ലാസ് ആൻഡ് ഇൻഇക്വാലിറ്റി. വിക്ടോറിയൻ ഇംഗ്ലണ്ടിലെ കർശനമായ സാമൂഹിക വർഗ വ്യവസ്ഥയെ നോവൽ വിമർശിക്കുന്നതായിട്ട് കാണാം. ടെസ്സിൻ്റെ കുലീന പാരമ്പര്യം അവൾക്കൊരു ഗുണവും ചെയ്യുന്നില്ല, മറിച്ച് ദുരന്തങ്ങൾ മാത്രമാണ് അവൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നത്. ദാരിദ്ര്യം അവളെ ചൂഷണത്തിന് ഇരയാക്കുന്നുണ്ട്. സമ്പത്തും പദവിയും ഇല്ലാത്തവർക്ക് സമൂഹം എങ്ങനെ അനീതി കാണിക്കുന്നു എന്ന് ഈ നോവൽ എടുത്തു കാണിക്കുന്നുണ്ട്. മൂന്നാമത്തത് നിഷ്കളങ്കതയും കളങ്കപ്പെടുത്തലും, അതായത് ഇന്നസെൻസ് ആൻഡ് കറപ്ഷൻ. നോവലിൻ്റെ ഉപശീർഷകം തന്നെ ടെസ്സിനെ ഒരു പരിശുദ്ധിയായ സ്ത്രീ എന്നാണ് തോമസ് ഹാർഡി വിശേഷിപ്പിക്കുന്നത്. അലക്കിനാൽ ബലാത്സംഗം ചെയ്യപ്പെട്ടെങ്കിലും അവളുടെ ആന്തരിക പരിശുദ്ധിക്ക് കളങ്കം വന്നിട്ടില്ലെന്ന് ഹാർഡി വാദിക്കുന്നുണ്ട്. എന്നാൽ സമൂഹം അവളുടെ ലൈംഗിക അനുഭവത്തെ മാത്രം അടിസ്ഥാനമാക്കി അവളെ കളങ്കപ്പെട്ടവൾ എന്ന് മുദ്രകുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് വിക്ടോറിയൻ സദാചാരത്തിലെ ഇരട്ടത്താപ്പിനെ തുറന്നു കാട്ടുകയാണ്. നാലാമത്തെ തീം എന്ന് പറയുന്നത് ലൈംഗിക ധാർമ്മികതയും ലിംഗപരമായിട്ടുള്ള റോളുകളും, അതായത് സെക്ഷൽ മൊറാലിറ്റി ആൻഡ് ജെൻഡർ റോൾസ്. പുരുഷന്മാർക്ക് ലൈംഗിക സ്വാതന്ത്ര്യം അനുവദിക്കുകയും സ്ത്രീകൾക്ക് കന്യകാത്വം ഒരു നിർബന്ധിത വ്യവസ്ഥയാവുകയും ചെയ്യുന്ന വിക്ടോറിയൻ സമൂഹത്തിലെ ലൈംഗിക ഇരട്ടത്താപ്പിനെ നോവൽ ശക്തമായി വിമർശിക്കുന്നു. അതായത് ഈ ഒരു ടെസ് ഏഞ്ചലിനോട് എല്ലാം നേരിട്ട് കഥകൾ തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് തുറന്നു പറയുന്നതിന് മുന്നേ തന്നെ ഏഞ്ചൽ ഒരു ലണ്ടനിൽ പോയപ്പോൾ ഒരു ഓൾഡ് ലേഡിയുമായിട്ട്, അതിനേക്കാൾ ഒരു ആൻറ്റി ടൈപ്പ് ലേഡിയുമായിട്ടുള്ള അവരുടെ ബന്ധത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടിട്ടാണ് ടെസ് താനും അത് പറയണം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നത്. ഇതിന് മുന്നേയും ലെറ്ററിലൂടെയോ അങ്ങനെയോ പല വിധത്തിൽ അറിയിക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു സ്ത്രീകൾക്ക് ഒന്നും ആയിക്കൂടാ, പുരുഷന്മാർക്ക് എന്തോ ആവാമെന്നുള്ള ഒരു ഇരട്ടത്താപ്പ് നോവലിൽ കാണിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ടെസ് ഒരു ഇരയായിരുന്നിട്ടും അവൾ ശിക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ അലക്കിന് കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരുന്നില്ല. അഞ്ചാമത്തത് പ്രകൃതിയും ആധുനികതയും, നാച്ചുർ ആൻഡ് മോഡേണിറ്റി. നോവലിൽ ഗ്രാമീണ ജീവിതത്തിൻ്റെ ലാളിത്യത്തെയും പ്രകൃതിയുടെ സൗന്ദര്യത്തെയും വ്യാവസായികവൽക്കരണത്തിൻ്റെയും നാഗരിക ജീവിതത്തിൻ്റെയും സങ്കീർണതകളുമായി താരതമ്യം ചെയ്യുന്നുണ്ട്. ടെസ് പ്രകൃതിയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നവളാണ്, എന്നാൽ ആധുനിക ലോകത്തിൻ്റെ നിയമങ്ങൾ അവളെ തകർക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആറാമത്തത് മതവും കാപട്യവും, റിലീജിയൻ ആൻഡ് ഹിപ്പോക്രസി. നോവലിൽ മതപരമായ ആചാരങ്ങളെ, കാപട്യത്തെ ഹാർഡി ചോദ്യം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഏഞ്ചലിൻ്റെ കർശനമായ ധാർമ്മികതയും അലക്കിൻ്റെ ഉപരിവിപ്ലവകരമായ മതപരിവർത്തനവും ഇതിന് ഉദാഹരണങ്ങളാണ്. യഥാർത്ഥ ധാർമ്മികത പലപ്പോഴും സ്ഥാപനവൽക്കരിച്ച മതത്തിന് പുറത്താണെന്ന് നോവൽ സൂചിപ്പിക്കുന്നുണ്ട്. ടെസ് ഓഫ് ദി ഡ്നർബർവില്സ് ഒരു ദുരന്ത നോവലാണ്. അത് മനുഷ്യൻ്റെ അവസ്ഥയെയും സാമൂഹിക സമ്മർദ്ദങ്ങളെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾ അവതരിപ്പിക്കുന്നുണ്ട്. തോമസ് ഹാർഡിയുടെ ഏറ്റവും ശക്തവും ഹൃദയസ്പർശിയുമായ കൃതികളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നുണ്ട്.